എന്നോട് ഇത് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് ഇനി ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ സത്യമായിട്ടും ഞാൻ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകും. കാരണം മെറ്റ എന്ന പ്ലാറ്റ്ഫോം സോഷ്യൽ മീഡിയയിലെ തരംഗമാണ് രേണുസുതി. അക്കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല. ആൽബവും റീൽസുമെല്ലാമായി രേണുസുതി നിറഞ്ഞു നിൽക്കുകയാണ്. ദിവസം ഒരു വട്ടമെങ്കിലും രേണുവിൻ്റെ റീൽ കാണാത്തവരായി മലയാളികൾ ഇന്നില്ലെന്ന് വേണം പറയാൻ. അത്രമാത്രം രേണുസുതി നിറഞ്ഞു നിൽക്കുമ്പോഴാണ് രേണുസുതി തൻ്റെ ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷനുമായി മുന്നോട്ട് വരുന്നത്. സെലിബ്രിറ്റിയായ അഹാനയ്ക്ക് പോലും 400 കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഇല്ല. എന്നാൽ രേണുസുതിക്കാവട്ടെ 1200-ൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സാണുള്ളത്. ഇതിനോടകം അത് കൂടിയിട്ടുമുണ്ടാകും. ഒരാൾക്ക് 200 രൂപ വെച്ച് കണക്കാക്കുകയാണെങ്കിൽ 2,20,000-ൽ കൂടുതലാണ് രേണുസുതിയുടെ ഒരു മാസത്തെ വരുമാനം. എന്നാൽ പലരും രേണുസുതി സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയപ്പോൾ അതിൽ സബ്സ്ക്രിപ്ഷൻ എടുത്ത് ആ വീഡിയോസ് എല്ലാം പ്രൈവറ്റാക്കി തങ്ങളുടെ അക്കൗണ്ട് വഴി പബ്ലിഷ് ചെയ്യുകയായിരുന്നു. ഇത് കണ്ടതോടുകൂടി രേണുസുതിക്ക് ദേഷ്യം ഇരച്ചു കയറി. ഞാനൊരൽപ്പം കാശുണ്ടാക്കുന്നതിൽ ആർക്കാണ് ഇത്ര നഷ്ടം? ഒരുപാട് സെലിബ്രിറ്റികളുണ്ടല്ലോ ഇതേപോലെ സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നവർ. അവരെയൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അവരുടെ വീഡിയോസ് ഒന്നും പബ്ലിക് ആക്കുന്നതിന് പകരം എൻ്റെ ചെയ്യുന്നത് എൻ്റെ കാശ് നഷ്ടപ്പെടുത്താൻ വേണ്ടിയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് രോഷാകുലിയായിട്ട്